Are you broken, low in life? There's a man who paid the highest price for your freedom. With every scar, with every wound came a brand new start. And make this confession before the crowd. Alive, lay down. You can leave it all in the water. You can let it all washed away. അയ്യോ The past is over. It's been buried in the grave. It's been buried in the grave. It's been buried in the grave. Are you empty? You're filled with pain. കഴിഞ്ഞു Make this confession before the crowd. Fully committed, alive, lay down. You can leave it all in the water. You can let it all be washed away. The old man is gone. The past is over. It's been buried in the grave. It's been buried in the grave. It's been buried in the grave. So goodbye, old, hello, new. Go seize the day He's given you. Hello, freedom. Goodbye, chains. The Savior's blood is running through your veins. Goodbye, old, hello, new. Go seize the day He's given you. Hello, freedom. Goodbye, chains. The Savior's blood is running through your veins. Goodbye, old. Hello, new. Go seize the day He's given you. And hello, freedom. Goodbye, chains. The Savior's blood is running through your Oh, it's running through your veins. So goodbye, old. Hello, new. Go seize the day He's given you. And hello, freedom. സർവ്വസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, ക്രിസ്തു കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൈവഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ സ്തുതി. ആദിയിലെ പോലെ എപ്പോഴും നീക്കാമേ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ. യേശുവിന്റെ ജ്ഞാനസ്നാനം. യേശു യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കാൻ ഗലീലയിൽ നിന്ന് ജോർദാനിൽ അവന്റെ അടുത്തേക്ക് വന്നു.
ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുത്തേക്ക് വരുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് യോഹന്നാൻ അവനെ തടഞ്ഞു. എന്നാൽ യേശു പറഞ്ഞു, ഇപ്പോൾ ഇത് സമ്മതിക്കുക, അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. അവൻ സമ്മതിച്ചു. സ്നാനം കഴിഞ്ഞയുടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗ്ഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊരു സ്വരം സ്വർഗ്ഗത്തിൽ നിന്ന് കേട്ടു. എത്രയും ദൈവമാതാവേ, നിന്റെ സ്നേഹത്തോടെ വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാർഗസമീക്ഷണമേ കനയുടെ രാജ്ഞിയെ എനിക്ക് ദൈവമാതാവേ നീ ശക്തരിപ്പെട്ട് കൃപാദിക്ക് ഞാൻ അണിയുന്നു. ഞാൻ നിന്റെ അധികാരം കൊണ്ട് അങ്ങേ സ്നേഹിക്കുന്നു. മാതാവേ എന്നെ വിഷമിക്കാതെ പൂർണ്ണ കേൾക്കണമേ. ആമേൻ. കാരണം ഈശോ സ്വന്തമാക്കാണ് ഈ കുഞ്ഞിനെ. എല്ലാ പാപങ്ങളും നീക്കി ഈ കുഞ്ഞിനെ വിശുദ്ധനാക്കാണ്. അപ്പോൾ ഇന്ന് തൊട്ടുമുത്താൻ പാകത്തിന് ദൈവം തിരഞ്ഞെടുത്ത് തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുകയാണ് ഇടയിടുന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും ഔഷധാവിൻ്റെ മാധ്യസ്ഥം തേടാം. ഈ കുഞ്ഞിൻ്റെ വളർച്ചയിൽ എല്ലാ പഠന മേഖലകളിലെ മുന്നോട്ടുള്ള വഴികളിൽ ഈ കുടുംബത്തിന് വലിയ അനുഗ്രഹമാകാൻ വേണ്ടി ഔഷധാവിനോടും കൂടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. മാതാപിതാ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ അനുഗ്രഹം പ്രതീക്ഷിച്ചു വന്നിരിക്കുന്ന ഈ ദാസനെ അങ്ങയുടെ അജഗണത്തിൽ ചേർക്കുകയും പ്രസാദവരത്താൽ പ്രകാശിപ്പിക്കുകയും ചെയ്യണമേ. ജലത്താലും പരിശുദ്ധാത്മാവിനാലും വീണ്ടും ജനിച്ച് പിതാവേ എന്ന് അങ്ങേ വിളിക്കുവാൻ ഈ ശിശുവിനെ അർഹനാക്കണമേ. ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എന്റെ ആത്മാവേ, നീ എന്തിന് ആകുലപ്പെടുന്നു? നീ എന്തിന് വിഷാദിച്ചുടലുന്നു? നീ ദൈവത്തെ ആശ്രയിക്കുക. രക്ഷകനായ ദൈവത്തെ ഞാൻ പ്രകീർത്തിക്കും. എന്റെ ആത്മാവ് സ്വസ്ഥമായിരിക്കുന്നു. പകൽ ദൈവം തന്റെ അനുഗ്രഹം വർഷിക്കും, രാത്രിയിൽ ഞാൻ അവിടുത്തെ സ്തുതിക്കും. നീ ദൈവത്തിൽ അഭയതേടുക. രക്ഷകനായ ദൈവത്തെ ഞാൻ പ്രകീർത്തിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. സമാധാനം നമ്മോടുകൂടെ. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്ന് അരുളി ചെയ്ത കർത്താവ്, നിന്റെ കരുണയേറിയ വാഗ്ദാനം ഈ ദാസനിൽ പൂർത്തിയാക്കണമേ. നിന്റെ ദാനം വിവേകികൾക്കും ബുദ്ധിമാന്മാർക്കും എന്നതിനേക്കാൾ ശിശുക്കൾക്ക് നൽകിയിരിക്കുന്നുവല്ലോ. നിന്റെ കൃപയാൽ മാമോദീസാചരണത്തിലൂടെ പാപക്കറകൾ കഴുകി ഈ ശിശു പുതുജന്മം പ്രാപിക്കട്ടെ. നിന്റെ ഭൗതിക ശരീരത്തിലെ അവയവമായി തീരുന്ന ഈ ദാസൻ ഭൂദാശകളുടെ നവീകരണം വഴി ആത്മീയവും ശാരീരികവുമായി വളരുവാൻ ഇടയാകട്ടെ. ഈ ദാനത്തെ പ്രതി ഈ ദാസനോടൊത്ത് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ജ്ഞാനസ്നാന മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നു, ഉപേക്ഷിക്കുന്നു, സ്വീകരിക്കുന്നു എന്ന് മറുപടി പറയുക. പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിതനാകാൻ നീ ആഗ്രഹിക്കുന്നുവോ? പാപവും പാപമാർഗങ്ങളും നീ ഉപേക്ഷിക്കുന്നുവോ? ഈശോ മിശിഹായെ നിന്റെ രക്ഷകനായി സ്വീകരിക്കുന്നുവോ? ഈ അഭിഷേക തൈലത്താൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജോസഫ് മുദ്രിതനായിരിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതുമെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സകലത്തിന്റെയും നാഥാ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു.
ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങയെ പോയിട്ടുന്നു. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ ശരീരങ്ങളെ ഏർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും കൃത്യനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ലേഖ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ കർത്താവെ ആശീർവദിക്കണമേ. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല. നിങ്ങളെല്ലാവരും യേശുക്രിസ്തുവിൽ ഒന്നാണ്. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രാഹത്തിൻ്റെ സന്തതികളാണ്, വാഗ്ദാനമനുസരിച്ചുള്ള അവകാശികളുമാണ്. ലോകത്തിന്റെ പ്രകാശവും സകലത്തിന്റെയും ജീവനുമായ വിശുദ്ധായ നിന്നെ ഞങ്ങളുടെ അടുത്തേക്ക് അയച്ച അവന്റെ കാരുണ്യത്തിന് എന്നേക്കും സ്തുതി. ആമേൻ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. യേശു യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കാൻ ഗലീലയിൽ നിന്ന് ജോർദാനിൽ അവൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുത്തേക്ക് വരുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് യോഹന്നാൻ അവനെ തടഞ്ഞു. എന്നാൽ യേശു പറഞ്ഞു, ഇപ്പോൾ ഇത് സമ്മതിക്കുക, അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. ദൈവാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മാമോദിസ വഴി ദൈവപുത്രനായി തീരുന്ന യേശുവിനെ സമർപ്പിച്ചുകൊണ്ട് കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. യോർദാൻ നദിയിൽ മാമോദിസ സ്വീകരിച്ച് വിനയത്തിന്റെ മാതൃക കാണിച്ചെന്ന കർത്താവേ, ദൈവഗീതം നിറവേറ്റി ജീവിക്കുവാനുള്ള കൃപാവരം ഈ ശിശുവിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ആലയമായി തീരാൻ ആഗ്രഹിച്ച് അങ്ങയുടെ പക്കലെത്തിയിരിക്കുന്ന ഈ ശിശുവിനെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മാതാപിതാക്കൾക്ക് ആശാകേന്ദ്രവും കുടുംബത്തിന് പ്രകാശവും നാടിന് സേവന മാതൃകയാകും വിധം ഈ ശിശുവിനെ വളർത്തുവാൻ വേണ്ട കൃപാവരം ഇവന്റെ മാതാപിതാക്കൾക്കും ജ്ഞാനസ്നാന മാതാപിതാക്കൾക്കും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രാർത്ഥിക്കാം. സമാധാനം. എല്ലാ ജനതകളെയും സുവിശേഷം അറിയിച്ച് ശിഷ്യപ്പെടുത്തി മാമോദീസ നൽകാൻ കൽപ്പിച്ച കർത്താവെ, നിന്റെ കൽപ്പന അനുവർത്തിക്കുന്ന ഞങ്ങളെ തൃക്കൻ പാർക്കണം. ഭൂമിയിൽ സ്വർഗരാജ്യം സ്ഥാപിക്കുവാൻ നീ നിയോഗിച്ച സഭ ഞങ്ങളിലൂടെ ആ ദൗത്യം പൂർത്തിയാക്കട്ടെ. മനുഷ്യരെല്ലാവരും ഒരിടയന്റെ കീഴിൽ ഒരാലയത്തിൽ ഒന്ന് ചേരുന്ന നിന്റെ രക്ഷാകര ദിനം വേഗം സംജാതമാകട്ടെ. ഞങ്ങൾ പരികർമ്മം ചെയ്യുന്ന ഈ വിശുദ്ധ കൂദാശ പരിശുദ്ധാത്മാവിന്റെ ചൈതന്യത്താൽ ഈ ശിശുവിന് നിത്യജീവനിലേക്കുള്ള കവാടമായി ഭവിക്കട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. വിശ്വാസ പ്രഖ്യാപനമാണ്. ജ്ഞാനസ്നാന മാതാപിതാക്കൾ കുഞ്ഞിനു വേണ്ടി ഞാൻ വിശ്വസിക്കുന്നു എന്ന് മറുപടിയായി ഏറ്റുപറയുന്നു. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ നീ വിശ്വസിക്കുന്നു പോകും. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സ്രഷ്ടാവിൽ നീ വിശ്വസിക്കുന്നു പോകും. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏക കർത്താവുമായ ഈശോ മിശിഹായിൽ നീ വിശ്വസിക്കുന്നു പോകും. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏക സത്യമാകുന്നുവെന്നും അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തുവെന്നും നീ വിശ്വസിക്കുന്നു പോകും. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നുവെന്നും പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവാൽ തർക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തുവെന്നും നീ വിശ്വസിക്കുന്നു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നുവെന്നും
മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നുവെന്നും നീ വിശ്വസിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിൽ നീ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും പാപമോചനത്തിനുള്ള ഏക മാമോദീസായിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യായുസിലും നീ വിശ്വസിക്കുന്നു. സഹോദരനെ, ദൈവിക ജീവൻ നൽകുന്ന പരിശുദ്ധ മാമോദീസായുടെ പരികർമ്മത്തിന് ഒരുക്കമായി കാർമികൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്ക് എല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. നഷ്ടപ്പെട്ടു പോയവരെ അന്വേഷിച്ച് കണ്ടെത്തുകയും ചിതറിപ്പോയവരെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്ന കർത്താവെ, നിന്റെ സഭയിൽ പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ വിനീതനായ ഈ ദാസനെ തെരഞ്ഞെടുത്തുവല്ലോ. സകല നീതിയും പൂർത്തിയാക്കുവാൻ വേണ്ടി ജോർദാനിൽ നിന്ന് യോഹന്നാനിൽ നിന്ന് മാമോദീസ സ്വീകരിക്കുകയും മാമോദീസ നൽകാൻ സ്ലീഹന്മാരെ നിയോഗിക്കുകയും ചെയ്ത കർത്താവെ, ഈ കൂദാശ യഥാവിധി പരികർമ്മം ചെയ്യുവാൻ എന്നെ യോഗ്യനാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജോസഫ് വിശുദ്ധ തൈലം കൊണ്ട് ലേപനം ചെയ്യപ്പെടുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജോസഫ് മാമോദീസ മുക്കപ്പെടുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹ വിശുദ്ധിയുടെ വസ്ത്രത്താൽ നിന്നെ അലങ്കരിക്കുകയും നിഷ്കളങ്കമായി ജീവിക്കാൻ നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. ലോകത്തിന്റെ പ്രകാശമായ മിശിഹ നിനക്ക് മാർഗദീപമായിരിക്കട്ടെ. മാമോദീസ വഴി ദൈവപുത്രനായി തീർന്ന ഈ ശിശുവിനോടുകൂടെ നമുക്കും ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചപേക്ഷിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്താവായ ദൈവമേ, പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാടായ ഈശോയുടെ തിരുരക്തത്താൽ ഈ ശിശുവിനെ അങ്ങ് കഴുകി വിശദീകരിച്ചുവല്ലോ. പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ വാഗ്ദാനം ഈ ദാസനിൽ നിറവേറ്റിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ ഈ മകനെ മിശിഹായുടെ കൂട്ടവകാശി പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സമ്പന്നനുമാക്കിയതിന് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ ദാസൻ സത്യത്തിലും ആത്മാവിലും അങ്ങേ മഹത്വപ്പെടുത്തുവാൻ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും ഔസേപ്പിതാവിൻ്റെയും വിശുദ്ധ സ്നേഹിന്മാരുടെയും ഞങ്ങളുടെ പിതാവായ മാർത്തോമാ സ്നേഹായുടെയും വേദസാക്ഷികളുടെയും സകല വിശുദ്ധരുടെയും ഞങ്ങളുടെ സഭയിലെ വാഴ്ത്തപ്പെട്ടവരുടെയും ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ ഔസേപ്പിതാവിൻ്റെയും ജീവിത മാതൃക ഇവന് വഴികാട്ടിയായിരിക്കുകയും ചെയ്യട്ടെ. മാമോദീസായിലൂടെ ദൈവഭക്തരുടെ പദവിയിലേക്ക് നമ്മൾ ഉയർത്തിയ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. തിരുസഭയുടെ വിശ്വസ്ത പുത്രനായി ജീവിക്കുവാൻ അവിടുന്ന് നിന്നെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച നീ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന ധീരപ്രേക്ഷിതനായി തീരട്ടെ. കണ്ണു കണ്ടിട്ടില്ലാത്തതും കാതു കേട്ടിട്ടില്ലാത്തതും ഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ സ്വർഗ സൗഭാഗ്യത്തിന് അവകാശിയായി തീരുന്നതുവരെ ആപത്തുകളിൽ തുണയും സങ്കടങ്ങളിൽ ആശ്വാസവും പരീക്ഷകളിൽ ഫലവും നൽകി അവിടുന്ന് നിന്നെ സംരക്ഷിക്കട്ടെ. മാതാപിതാക്കൾക്ക് ആശാകേന്ദ്രവും കുടുംബത്തിന് പ്രകാശവും നാടിന് സേവന മാതൃകയുമായി തീരുമാൻ ദൈവം നിന്നെ യോഗ്യനാകട്ടെ. ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കുകൊണ്ട എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. യെരൂശലേം നായകാ ബലർത്തൻ വിമോചകാ അഭയമായി പ്രകാശമായി ബദലഹേം നഗരിയിൽ കുളിരു പൊഴിയുമിരവിലായി വെറുമൊരു പുല്ലിൻ വിരിയിലായി
from our very great family here to attend the baptism ceremony of our little friends, David John. Many of you know who I am. I hope many of you know who I am. My name is Lizzie, and I got I'm the older sister of Nivea John, the mother of baby David John. Let's invite Mr. John and Mrs. Nivea John, the parents of our little prince, baby David John, to the stage. Now it's time to invite the paternal grandparents of baby David John, Mr. Jones and Philomena Jones to the stage. ഒരു കൈയോടി കൊടുക്കാമോ? I would also like to invite the paternal grandparents of baby David John, Mr. Francis and baby Francis to the stage. Grandparents ആയിരിക്കും കുഞ്ഞുമോന്മാരാവും സംഭവിക്കുന്നത്. അവരായിരിക്കും കുഞ്ഞുമോന്മാരെ നോക്കുകയും അവരുടെ എല്ലാം കാണിക്കുന്ന ഒരു പ്രത്യേക ശ്രദ്ധ കാണിക്കുന്നത്. Finally, let me invite the siblings of both parents, Nimo and family, and the brothers of Mr. to the stage.
പിറന്നടാ പണ്ട് മഹാധ്യായം തുടക്കമയന്ന് ഇത് ദിക്കെട്ടും മുഴങ്ങിടും പാട്ട് കൊടും സന്തോഷ പിറന്ന നാൾ വാഴ്ത്ത് സ്നേഹം വന്നാൽ മധുരത്തേന് തീനായി തൂവും വന്ദിച്ചാറ് കോപം കൊണ്ടാൽ നഖമേ നൊന്താൽ വേറാരും വേണ്ടിയില്ലെന്മാര് ആഹാർമാദം ആർക്കും മർമാദം ആർക്കും പൊന്തട്ടെ ആഘോഷ പ്രകമ്പനം ആഹാർമാദം ആർക്കും മർമാദം ആർക്കും പൊന്തട്ടെ ആഘോഷ പ്രകമ്പനം എരിയട്ടെ തിരികൾ ഉരുകട്ടെ മെഴുക് വളരട്ടെ വയസ്സ് എണ്ണിൽ തളര് മുടിതട്ടാ മുഖമേ ഇരുകണ്ണിൽ അഴകേ പുരുഷത്വത്തികവേ പലകാലം നീ വാഴ് കടലും കരയും ഇന്നിളക്കമല്ലേ സമയം നിലയ്ക്കുവാനൊരുക്കമല്ലേ ഇത് നിൻ സുദിനമല്ലേ ആഹാർമാദം ആർക്കും മർമാദം ആർക്കും പൊന്തട്ടെ ആഘോഷ പ്രകമ്പനം ആഹാർമാദം ആർക്കും മർമാദം ആർക്കും പൊന്തട്ടെ ആഘോഷ പ്രകമ്പനം ആഹാർമാദം ആർക്കും മർമാദം ആർക്കും പൊന്തട്ടെ ആഘോഷ പ്രകമ്പനം ആഹാർമാദം ആർക്കും മർമാദം ആർക്കും പൊന്തട്ടെ ആഘോഷ പ്രകമ്പനം
വൈകാതെ ചായം തൂകും തമ്മിൽ മെല്ലെ മെല്ലെ മിന്നും നിന്നാണം കാണാനായി നിൻ കോപം വാടാനായി എന്നാളും നിഴലായി തണലേകിടാമീ ജീവനിൽ നിന്നോരം മാറാതെങ്ങും മായാതെ കാണാക്കുയിലേ കാണാക്കുയിലേ കണ്ണാടിത്തീരം നിറയെ കനവ് തരൂ കാണാക്കുയിലേ കാണാക്കുയിലേ നീ നോവും നേരം ചിരിയായി എന്നെ തേടൂ ഓരോ രാവും നീയൻ താരാട്ടായി മാറുമ്പോൾ ഓരോ നോക്കും വാക്കും നീയാകുമ്പോൾ പോകും തെന്നൽ പോലും നിന്നീണം മൂളുമ്പോൾ ഓരോ നാളും മെല്ലെ ഞാൻ മാറുമ്പോൾ താനേ നിൻ കാവൽ കണ്ണാകാം നിന്നോമൽ കൂടേറാം ഉള്ളാകെ പകരാം പറയാക്കിനാവായി നീ വരൂ എന്നോരം മാറാതെങ്ങും മായാതെ കാണാക്കുയിലേ കാണാക്കുയിലേ കണ്ണാടിത്തീരം നിറയെ കനവ് തരൂ കാണാക്കുയിലേ കാണാക്കുയിലേ നീ നോവും നേരം ചിരിയായി എന്നെ തേടൂ For this child I have prayed, and you heard my cry. For this baby I had faith, and you gave new life. In this moment now I pray, and I vow to you this day I dedicate this